പി വി അൻവറിൻ്റേത് കൈവിട്ട കളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഒരു മുന്നണിയുടെ സഹകരണ കക്ഷിയായി നിൽക്കുമ്പോൾ ആ മുന്നണിയെ പുറത്തു നിന്നുകൊണ്ട് പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ന് കേരളം കേട്ടത്. നമ്മൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ സഹകരണ കക്ഷിയായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ തുറന്ന് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം അതേ സമയത്ത് തന്നെ ആ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നത് കേട്ടിട്ടില്ല. എന്തൊക്കെയാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മറുപാളയത്തിൽ പോകാൻ ശ്രമിച്ചത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഷൗക്കത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് നിലവിലുള്ള സമുദായ സമവാക്യങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ളതാണ്. എന്താണ് സമുദായ സമവാക്യം? അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മലയോര കർഷകരുടെ കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പ്രതിനിധിയല്ല ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാദം ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇപ്പോൾ മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ശരിയാണ്, വി എസ് ജോയിന് മികച്ച കാൻഡിഡേറ്റ് സാധ്യതയുള്ള ഒരു നേതാവാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇതിൽ രണ്ടിലാരാ സാധ്യതകളുള്ള സാർ? ഈ വി എസ് ജോയി ആണോ ആര്യാടൻ ഷൗക്കത്താണോ അവിടെ സാധ്യതയുള്ള കാൻഡിഡേറ്റ്? ഞാൻ ഇപ്പോഴും പറയുന്നു, ആര്യാടൻ ഷൗക്കത്തിനും വി എസ് ജോയിക്കും അവിടെ ഒരേ സാധ്യതയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് പറയാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന്, വി എസ് ജോയി പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സമുദായമാണ്. ഞാൻ പി വി അൻവറിൻ്റെ അതേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പി വി അൻവറാണ് ഈ ക്രിസ്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അവിടെ നോക്കൂ, നിലമ്പൂർ മണ്ഡലത്തിൽ കൂടുതലുള്ളത് പെന്തക്കോസ്ത് വിഭാഗമാണോ? ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ ആ മേഖലയിൽ തന്നെ ഏറ്റവും ന്യൂനപക്ഷമാണ് പെന്തക്കോസ്ത് വിഭാഗം. ഇനി അങ്ങനെയാണെങ്കിൽ പോലും, എന്നാൽ അതേസമയം ആര്യാടൻ ഷൗക്കത്തിന് ക്രിസ്ത്യൻ സമുദായവുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും കൂടുതൽ ബന്ധം അവിടെയുള്ളത് ഒരു സാംസ്കാരിക മുഖമെന്ന രീതിയിൽ. ഇപ്പോൾ വഴിക്കടവ് എന്ന് പറയുന്ന പഞ്ചായത്ത്, വഴിക്കടവ് എന്ന പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുടിയേറ്റ കർഷകരുള്ള സ്ഥലമാണ്. ആര്യാടൻ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളിലൊന്നാണ് വഴിക്കടവ് പഞ്ചായത്ത്. ആ വഴിക്കടവ് പഞ്ചായത്ത് പോയിട്ട് നിങ്ങൾ ആര്യാടൻ ഫാൻസായ ഏതെങ്കിലും ഒരു അച്ചായനോട് ചോദിച്ചു നോക്കൂ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച്. ഒരു കാര്യവശാലും ആര്യാടൻ ഷൗക്കത്തിനെതിരെ വഴിക്കടവ് പഞ്ചായത്തിൽ ഒരാൾ പറയില്ല, പോത്തുകല്ലിൽ പറയില്ല. നിലമ്പൂരിൽ ശരിയാണ്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്തിന് വിയോജിപ്പുകളുള്ളവരുണ്ട്. അതേപോലെ കരുളായിലെ ചില ഭാഗങ്ങളിൽ വിയോജിപ്പുള്ളവരുണ്ട്. അമരമ്പലം, അത് CPM-ൻ്റെ കോട്ടയാണ്, അവിടെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വിയോജിപ്പുള്ളവരുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ പലയിടങ്ങളിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് അത്ര വെറുക്കപ്പെട്ടവനല്ലെന്ന് മാത്രവുമല്ല, ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തെ വളരെ കൃത്യമായി ടേക്ക് ഗ്രാൻഡ് ചെയ്തിരുന്ന ആളാണ് ഈ അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആര്യാടൻ മുഹമ്മദ് എങ്ങനെയാണെന്ന് ലീഗുമായിട്ട് കൊമ്പ് കോർക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്ന ഒരു രഹസ്യമായ ഫോർമുല ആര്യാടൻ മുഹമ്മദിനുണ്ടായിരുന്നു. അതൊരു ബാലൻസിംഗ് ആണ്. നിങ്ങൾ ആ മണ്ഡലത്തെക്കുറിച്ച് രാഷ്ട്രീയമായി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുക. ഒരുപക്ഷെ മറ്റേതു മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ നിലമ്പൂരിലെ മണ്ഡലത്തിനൊരു രാഷ്ട്രീയ പരീക്ഷണശാലയുടെ സ്വഭാവമുണ്ട്. ഞാനെപ്പോഴും പറയുക, നിലമ്പൂരിനൊരു ഇന്ദ്രജാല സ്വഭാവമുണ്ട്. ഗോപിനാഥ് മുതുകാട് അവിടെ നിന്ന് ആയതുകൊണ്ട് മാത്രമല്ല, മാലയത്ത് എന്ന് പറയുന്ന ഇന്ദ്രജാലക്കാരൻ അവിടെ നിന്ന് ആയതുകൊണ്ട് മാത്രമല്ല. പക്ഷേ ആ മണ്ഡലം നോക്കൂ, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി മാടിയ ഏറനാട്ടിലെ വിപ്ലവ നായകൻ കുഞ്ഞാലി 2 തവണ ജയിച്ചിട്ട് പിന്നെ ഇന്നേ വരെ ആ നിലമ്പൂർ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ഈ കുഞ്ഞാലിയുടെ, സഖാവ് കുഞ്ഞാലിയുടെ കൊലയാളിയാണ് എന്ന് ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷ സർക്കാർ തന്നെ പിന്നീട് മന്ത്രിയാക്കുന്നത് നമ്മൾ കണ്ടു. എന്ന് 1980 നയനാർ മന്ത്രിസഭയിൽ തൊഴിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നു ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ്. 2 വർഷം ഇരുന്നുള്ളൂ. അതും നമ്മൾ കണ്ടതാ. നോക്കൂ, മലബാർ മേഖലയിൽ ലീഗിന്റെ കുത്തകാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് വളരാൻ പറ്റുമോ? കോൺഗ്രസ് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തു. ലീഗിന്റെ കോട്ട, പൊന്നാപുരം കോട്ടയിൽ പോയിട്ട് ദേശീയ മുസ്ലിം എന്ന് ഞാൻ സ്വയം അഡ്രസ് ചെയ്തു, മലബാർ സുൽത്താൻ അഡ്രസ് ചെയ്തു. പക്ഷെ അവിടുത്തെ നോക്കൂ, അവിടെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത്? അതൊരു പുരോഗമന മുഖാഭാവത്തോടു കൂടിയാണ്. അതേസമയം പാണക്കാട് തങ്ങൾ കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് മലബാർ രൂപീകരണത്തിന്റെ വേളയിൽ ലീഗ് എടുത്ത നിലപാടിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോഴെല്ലാം കോൺഗ്രസിനെ ഒപ്പം നിർത്തുക, കോൺഗ്രസിനെ വളർത്തുക, അങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആവേശമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധിയല്ല ആര്യാടൻ ഷൗക്കത്ത് എന്ന പി വി അൻവറിന്റെ വാദം നിലനിൽക്കില്ല. ഇത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. കാര്യം ആര്യാടൻ മുഹമ്മദ് അങ്ങനെ ഒരു ലെഗസി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലെഗസി അത്ര പെട്ടെന്ന് പി വി അൻവറിന് പൊളിക്കാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, 2016 പരാജയപ്പെട്ടതിൻ്റെ കാര്യം. 2016 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. അതിൽ ആടിയുലഞ്ഞു പോയതാണ്. അതിൽ നോക്കൂ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയർന്നത്, ഒന്ന്, ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ പിന്തുടർച്ചക്കാരനാണ്. ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞാൽ അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ട
നിൽക്കേണ്ടത് മകനല്ല, ഒരു പാരമ്പര്യവാദത്തിന്റെ തുടർച്ചയാണെന്നുള്ള വലിയ വാദം നിന്നിരുന്നു. പിന്നെ പി വി അൻവർ ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അത് ആന്റോ അഗസ്റ്റിൻ എന്താണ് യാഥാസ്ഥിതികവാദി. അവിടെ ആര്യാടൻ ഷൗക്കത്ത് മുനിസിപ്പാലിറ്റിന്റെ ചെയർമാൻ, ആ ചെയർമാൻ അവിടെ എടുത്ത പണിയുടെ ഭാഗമാണ്. കേൾക്കൂ, ഇത് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതും കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ള ഒരു ബാറ്റിംഗ് അല്ല നടത്തുന്നത്. പക്ഷേ പി വി അൻവർ എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇന്നത്തെ ദിവസം പൊട്ടിത്തെറിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പോൾ ഒന്ന്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധിയല്ല എന്നുള്ളതിനെ ഞാൻ ഖണ്ഡിക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് പറഞ്ഞൊരു കാര്യം, മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹത്തിന് വിയോജിപ്പ് ഉണ്ടെന്നേ. മുനിസിപ്പാലിറ്റിയിൽ 33 കൗൺസിൽ സ്ഥാനങ്ങളിൽ 23 CPM-ന്റെ കയ്യിലാണ്, സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായിരിക്കുമ്പോഴും നിലമ്പൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി 2005 മുതൽ 2010 വരെ ഇരിക്കുമ്പോഴും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒന്ന്, മാതൃകാ പദ്ധതികളിൽ എത്ര എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്? ബാലസൗഹൃദ പദ്ധതി പരിഗണിച്ച് യുണിസെഫ് നിലമ്പൂരിനെ ബാലസൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചില്ലേ? ആദ്യത്തെ കേരളത്തിലെ തന്നെ സ്ത്രീധന നിരോധന നഗരസഭയായിട്ട് മാറിയില്ലേ? സ്ത്രീധന ഇല്ലാത്ത നഗരസഭയായിട്ട് മാറിയില്ലേ ഈ നിലമ്പൂർ എന്ന് പറയുന്നത്? അതേപോലെ ലേണിംഗ് സിറ്റി പദവി കൊടുത്തില്ലേ? നിലമ്പൂരിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ പരിഗണിച്ച് യുനെസ്കോ പദവി അവിടെ കൊണ്ടുവന്നു. ശരിയാണ്, അവിടെ നിങ്ങൾക്കൊരു വലിയ വ്യവസായമൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഒരു ലേണിംഗ് സിറ്റി ആയിട്ട് അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം സ്ത്രീധന രഹിത ഗ്രാമം, 40 വയസ്സ് വരെയുള്ള എല്ലാവർക്കും 10ാം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത സമീക്ഷ, 1000 വീട്, ആദിവാസി ദളിത് സമൂഹത്തെ മുൻപന്തിയിലെത്തിച്ച ഒപ്പത്തിനൊപ്പം, വിശപ്പ് രഹിത ഗ്രാമം, സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ ജീവിതോപാധി നൽകിയ വഴികാട്ടി എന്ന പ്രോജക്റ്റ്, സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും അധ്യാപകരെ എത്തിച്ച സദ്ഗമയടക്കം സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പദ്ധതി, ഡയാലിസിസ് സെന്റർ അടക്കം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായ സ്ട്രാറ്റജി പി വി അൻവർ അവിടെ ഉപയോഗിച്ചു. എന്തായിരുന്നു ആ സ്ട്രാറ്റജി? പുരോഗമന മുഖമുള്ള പാഠമൊന്നൊരു വിലാപമെടുത്ത് ഒരു സമുദായത്തിന്റെ മുഴുവൻ വൈകാരികമായിട്ടുള്ള ആശയങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തി. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ ആശയത്തെ മറികടക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുന്നു. യാഥാസ്ഥിതിക വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ലീഗ് ഇപ്പോൾ പൂർണ്ണ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്തിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദുമായിട്ടുള്ള പഴയ റൈവൽറിയുടെ തുടർച്ചയൊന്നുമില്ല. പക്ഷേ പി വി അൻവർ എന്തിനാണ് ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്നത്? മണ്ഡലത്തിലെ പരാജയഭീതി കൊണ്ടാണോ? പരാജയഭീതി ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ UDF അനുകൂലമായിട്ടുള്ളൊരു ബാറ്റിംഗ് പിച്ചാണ്. ആ ബാറ്റിംഗ് പിച്ചിൽ ഓപ്പണറായിട്ട് കോച്ചായിട്ട് നിൽക്കേണ്ട, മാനേജറായിട്ട് നിൽക്കേണ്ട ആള് തന്നെയാണ് ഓപ്പണറായിട്ട് കളിക്കാൻ വരുന്ന ആളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന തരത്തിൽ പിച്ച് കുളമാക്കിയിട്ടിട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ പിച്ച് കുളമാക്കിയിട്ടിരിക്കുന്ന പിച്ചിലാണ് ഇനി ആര്യാടൻ ഷൗക്കത്ത് കയറേണ്ടത്. അതുകൊണ്ട് പി വി അൻവറിന് ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് UDF-ലേക്കുള്ള പ്രവേശനമാണ്. 2, ആ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരാൾ വിജയിച്ചു വന്നാൽ ഒരു കാരണവശാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ അതേസമയം VS ജോയിയാണ് വരുന്നതെങ്കിലോ തിരുവമ്പാടിയിലേക്ക് വളരെ എളുപ്പം അദ്ദേഹത്തെ മാറ്റാനും നിലമ്പൂർ മണ്ഡലം തിരിച്ച് പി വി അൻവറിന്റെ കയ്യിലെത്താനും സാധിക്കും. ഈ താല്പര്യം പി വി അൻവറിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആ മണ്ഡലം ആര്യാടൻ മുഹമ്മദ് എങ്ങനെയാണോ 1977 മുതൽ വിജയിച്ചു വന്നത് 82 ഒഴിച്ചു നിർത്തിയാൽ അതേപോലെ ആര്യാടൻ ഷൗക്കത്ത് സ്വന്തമാക്കി വെക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഈ പറഞ്ഞു പോകണമല്ലോ, വല്ലാത്ത രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ രാഷ്ട്രീയം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ നമ്മൾ മറുപടി പറഞ്ഞു പോകണമല്ലോ. അപ്പം പി വി അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളും ആ അർത്ഥത്തിൽ പൊടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പി വി അൻവറിന് മറ്റു കാരണങ്ങളുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഷൗക്കത്ത് കുടുംബത്തെ എങ്ങനെയാണ് ആര്യാടൻ ട്രീറ്റ് ചെയ്തത്, അതൊരു റൈവൽറിയാണ്. ആ റൈവൽറിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പാടില്ല. ആര്യാടൻ ഷൗക്കത്തിൽ അവിടെ ഒരു സാംസ്കാരിക മുഖമുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാംസ്കാരിക മുഖമാണ്. അതേസമയം തന്നെ ആര്യാടൻ മുഹമ്മദിനെ എതിർക്കുന്ന ഒരു യാഥാസ്ഥിതിക വിഭാഗം അവിടെയുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ 4 ഇമാമിൻ്റെ കാര്യം പറഞ്ഞു. നാളെ ഈ കാന്തപുരത്തെ പോയി കണ്ടാൽ തീരാവുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. മർക്കസിൽ ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയ കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ആര്യാടൻ മുഹമ്മദാണ്. മർക്കസിൽ പോയി മർക്കസുമായിട്ടുള്ള നല്ല ബന്ധം ആര്യാടൻ മുഹമ്മദിനുണ്ടായിരുന്നു. കാന്തപുരമൊന്നും ആ അർത്ഥത്തിൽ എളുപ്പം തള്ളിക്കളയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. കിട്ടാത്ത വോട്ടുകളുണ്ട്. ജമാഅത്തയുടെ വോട്ടുകൾ കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ജമാഅത്തയുടെയും SDPയുടെയും കൂടെ കൂട്ടിയാൽ 4000 വോട്ടേ ഉള്ളൂ. ആ വോട്ട് പോയാൽ പോലും ആര്യാടൻ ഷൗക്കത്തിന് അവിടെ വിജയിക്കാൻ ആവശ്യമായുള്ളൊരു മണ്ണ് അവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പി വി അൻവറിൻ്റെ ഈ പിടിവാശി ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കൺഫ്യൂഷനെ മറികടക്കാൻ UDF-ന് സാധിച്ചാൽ വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ആ അർത്ഥത്തിൽ തുലാസിലാവും. ഞാൻ മനസ്സിലാക്കുന്നത് UDF-ന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നാളെ VD സതീശൻ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും പി വി അൻവറിനെ UDF-ൽ എടുക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യും പി വി അൻവർ?
എന്തുകൊണ്ട് ഇത്ര നാൾ പ്രഖ്യാപിക്കാത്ത? നിങ്ങൾ സഹകരണ കക്ഷിയാക്കിയില്ലേ? നോക്കൂ, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി അംഗീകരിക്കാത്ത തൃണമൂൽ കോൺഗ്രസ് മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടോ തീരുമാനമാവാൻ പറഞ്ഞിട്ട് മാസം ഞാനല്ലേ സംഭവിച്ചില്ല. എന്താ അറിയോ, നിലമ്പൂരിൽ ഇലക്ഷൻ വരുവാണെങ്കിൽ മാത്രം തീരുമാനിക്കാമെന്ന് വെച്ചോണ്ടിരുന്നു. നിലമ്പൂരിൽ ഇലക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ PV അൻവർ എടുക്കുന്ന പ്രശ്നമില്ല. ആന്റോയുടെ സമയമാണ്. പക്ഷേ എനിക്ക് ലളിതമായ ചോദ്യമുണ്ട് ആന്റോയോട്. അത് എനിക്ക് PV അൻവറിനോടുള്ള ചോദ്യം കൂടിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ, ഒരു മുന്നണിയല്ലേ? 41 MLA-മാരുള്ള ഒരു മുന്നണിയല്ലേ? പ്രഖ്യാപിച്ചല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ, PV അൻവറിനെ ഈ പറഞ്ഞ UDF-മായി സഹകരിപ്പിക്കാന്ന് പറഞ്ഞാൽ ആരൊക്കെ സംസാരിക്കൂ? ലീഗ് സംസാരിച്ചില്ലേ? PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചില്ലേ? ഈ UDF നേതാക്കന്മാർ മുഴുവൻ സംസാരിച്ചില്ലേ? ഈ പറഞ്ഞ പിന്നെ എന്താണ് കെ സുധാകരൻ സംസാരിച്ചു, PD സതീശൻ സംസാരിച്ചു. എന്തുകൊണ്ട് ഇന്നലെ വരെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? ഒരു കക്ഷിയാക്കിയിട്ടില്ല ഈ സമയം വരെ. കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നിമിഷം നോക്കൂ. ബാക്കി എല്ലാം മറന്നു എന്ന് VD സതീശൻ പറഞ്ഞതല്ലേ? എനിക്കെതിരെ താങ്കൾ ഉന്നയിച്ച അഴിമതി ആരോപണം അടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു. പക്ഷേ ആര് പറഞ്ഞു? VD സതീശൻ തന്നെ പറഞ്ഞു. VD സതീശൻ അല്ല പറഞ്ഞത്, PV അൻവർ മാഫി ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിച്ചു. എന്നിട്ട് പോലും ആ മര്യാദ തിരിച്ചു കാണിച്ചിട്ടില്ല. നോക്കൂ, എന്താ മര്യാദ കാണിക്കുന്ന സമയത്താണ് പാർട്ടി തീരുമാനിക്കേണ്ട സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് നിമിഷ നേരം കൊണ്ട് വന്ന് ആ സ്ഥാനാർത്ഥിയെ തള്ളി പറയുക. ആ പാർട്ടി ആരാണ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് UDF ഒരു വലിയ മുന്നണി പുറത്തു നിന്ന് പ്രഖ്യാപനം നടത്തുക. ഞാൻ MLA സ്ഥാനം രാജിവെച്ചില്ല, ആർക്കെങ്കിലും സ്ഥാനാർത്ഥിയാവാനല്ല. അങ്ങനെയല്ല. ഒരു സെക്കൻഡ്, ഒറ്റ കാര്യം പറഞ്ഞത് നിങ്ങൾ തുടർന്നോളൂ. ഒറ്റ കാര്യം പറയാം. ഇത് മാത്രം ഒറ്റ കാര്യം എന്താണെന്നറിയോ, ഈ UDF-ലേക്ക് എന്തുകൊണ്ട് PV അൻവറിനെ കൊണ്ടുവന്നില്ല എന്നറിയോ? അതിനുള്ള കാരണം ഈ നിലമ്പൂർ സ്ഥാനാർത്ഥീനെ പ്രഖ്യാപിക്കുന്നതിനകത്ത് ഈ പറഞ്ഞ PV അൻവറിന്റെ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് PV അൻവറിനെ UDF-ൽ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് ഇവർ UDF-ൽ ഞാനിത് നേരത്തെ പറഞ്ഞതാണ്, UDF സ്ഥാനാർത്ഥീനെ പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവറിനെ കൊണ്ടുവരും. ബാക്കി എല്ലാ മുന്നണി നേതാക്കന്മാരോട് മുന്നണി മര്യാദയിൽ ആ തീരുമാനം വരുന്ന സമയത്ത് മുന്നണി മര്യാദയില്ല. ഈ കാര്യം നേതാക്കളോട് പറഞ്ഞു. എന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി. എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്? നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ജനവും പിണറായി സുവും തമ്മിലുള്ള പോരാട്ടമല്ലേ? അതിൽ ജനത്തിന്റെ ഭാഗമായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രതിപക്ഷ മുന്നണി തീരുമാനിച്ചു. പിന്നെ ഇപ്പൊ എന്റെ സംശയം പിണറായി PV അൻവർ ആണോ ആര്യാടൻ ഷൗക്കത്താണോ PV അൻവറിന്റെ നമ്പർ 1 എതിരാളി? അല്ല, ഒരു കാര്യം കേട്ടോ, ഒറ്റ കാര്യം കൂടി. CPM എന്തായാലും വെയിറ്റ് ചെയ്യണം. CPM നാളെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അൻവർ നിൽക്കുകയാണെങ്കിൽ CPM മറ്റൊരു സ്ട്രാറ്റജി ആയിരിക്കും. Meet the editors.